ജീവിതം അതിലൂടെ ആയിരിക്കണമെന്ന് നമ്മെ പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്. ഇത് ഓതാതെ നിസ്കരിക്കുന്ന ഒരു നിസ്കാരം ശാഫിഈ മദ്ഹബിലില്ല. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് അല്ലെങ്കിൽ അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്. അല്ലാഹു എന്നെ ഹിദായത്ത് കൊടുത്ത മഹാത്മാക്കളുടേതായ മാർഗത്തിലായി എനിക്കിനി ഹിദായത്ത് തരണം എന്നാണ്. നീ ഹിദായത്ത് കൊടുത്ത മഹാന്മാരുടെ മാർഗം എന്ന് പറഞ്ഞ് നമ്മൾ കുനൂത്ത് ഓതുകയാണ്. ആ മാർഗത്തിനെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സാ വാച കർമ്മണ, മനസ്സും നാവും പ്രവൃത്തിയും തഖ്വയാണ്. ഇന്നൗലിയാഹു ഇല്ലൽ മുത്തഖൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ തീർച്ചയായും മുത്തഖീങ്ങളാണ്. മുത്തഖീങ്ങളുടെ ചീഫ് ലീഡറാണ് ബഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു. അന്താതുൽ അത്ഖിയാഇ അന്താസുൽ അസ്ഫിയാഇ. അവിടുത്തെ ജീവിതത്തിന്റെ കറാമത്തുകൾ മുഴുവനും തഖ്വയാണ്. നൂറ്റാണ്ടുകൾ പിന്നിട്ട ജീലാനി ചിന്ത, മഹാനായ ഖുത്ബുൽ അഖ്താബിന്റെ ചിന്ത ഇന്നും ഓരോ ഈമാനുള്ള സത്യവിശ്വാസികളെയും നന്മയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഔലിയാക്കന്മാരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ചിന്തിക്കുന്ന നമുക്ക് അവരെ പിൻപറ്റാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാകണം. കുത്തുബിയത്തിൽ വളരെ സ്പഷ്ടമായി പറഞ്ഞ ഖദ് കുന്ത ബിസ്സിദ്ഖി വൽ ഇഖ്ലാസി വസ്സുഹ്ദി വൽ ഇജ്തിഹാദി വഫിയൽ വഅദി വൽ ലഹ്ദി. മഹാനായ ഓസിലായ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് സത്യസന്ധമായ ജീവിതം, വാക്കിൽ നുണ പറയാതെ ജീവിച്ച ശൈഖ, തമാശയ്ക്ക് പോലും കളവ് പറയാത്ത ശൈഖാണ് മുഹീദ്ദീൻ ശൈഖ്. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് എന്ന് പറയുന്നതാണ് എൻ്റെ അർത്ഥം. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് എന്ന് ഞാനും നിങ്ങളും ദുആ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ നമുക്കൊരു ദിവസം ഒരു 1000 നുണ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് മനസ്സിന് സമാധാനം വരുത്തില്ല. നമുക്കൊരു 1000 നുണ ദിവസം പറഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ നാവ് കൊണ്ട് 1000 തെറി പറഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നാവ് കൊണ്ട് 1000 അസഭ്യം പറഞ്ഞില്ലെങ്കിൽ, കുറെ പരദൂഷണം പറഞ്ഞില്ലെങ്കിൽ, കുറെ ഏഷണി പറഞ്ഞില്ലെങ്കിൽ, കുറെ ഫിത്ന പറഞ്ഞില്ലെങ്കിൽ, അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് ഉറക്കം വരുത്തില്ല. വെറുതെ പറയാമെന്നല്ലാതെ യാതൊരു ഫായിദയുമില്ല. വയത് ഒരുപാട് കേട്ടിട്ടൊന്നും കാര്യമില്ല. കേൾക്കുന്ന വയത് നമ്മൾ ഹൃദയത്തിൽ തഅ്സീറുണ്ടാക്കണം, അസർ വരുത്തണം, മനപരിവർത്തനം വരുത്തണം. പഠിച്ചവരെ നീ ഹിദായത്ത് കൊടുത്ത മഹാന്മാരുടേതായ മാർഗത്തിൽ, അത് അമ്പിയാക്കളുണ്ട്, സിദ്ദീഖീങ്ങളുണ്ട്, ശുഹദാക്കളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്. ആ മാർഗമല്ലേ നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ നാവിനെ സൂക്ഷിക്കുന്നുണ്ടോ? നമ്മൾ ഹൃദയത്തിനെ സൂക്ഷിക്കുന്നുണ്ടോ? നമ്മളെ ഹൃദയത്തിന് അട്ടിക്കണക്കിന്, കൊട്ടക്കണക്കിന്, ടൺ കണക്കിന് അസൂയയും വൈരാഗ്യവും ചതിയും വഞ്ചനയും സർവത്ര തോന്യാസങ്ങളും നമ്മുടെ ഹൃദയത്തിൽ കട്ട പിടിച്ചിരിക്കുക. പുറമേ കാണുന്ന താടിക്കും തലക്കെട്ടിനൊന്നും അങ്ങോട്ട് ചെന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല.
അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ എന്ന ജീവിതത്തിന്റെ യാഥാർത്ഥ്യം, തഖ്വയിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഇഖ്ലാസിന്റെ ജീവിതം മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പാട്ടുപാടി നടന്നില്ലേ? ആ പാട്ടല്ലേ നമ്മൾ ഇന്ന് ദിക്റാക്കി ചെല്ലുന്നത്? അൻതഅബ്ദുല്ലാഹ കഅന്നക തറാഹു വഇല്ലം തകുൻ തറാഹു വഇന്നഹു യറാക. നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യണം. അല്ലാഹുവിനെ നീ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്തോ. ഖാല റസൂലുള്ളാഹി, നീ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ നീ നിസ്കരിച്ചോ. ഖാല റസൂലുള്ളാഹി, നീ അല്ലാഹുവിന്റെ മുമ്പിൽ ഉള്ളതുപോലെ തന്നെ നീ നോമ്പ് പിടിച്ചോ, ഖുർആൻ ഓദിക്കോ, ഹജ്ജ് ചെയ്തോ, മാതാപിതാക്കളെ ബഹുമാനിച്ചോ, സഹായിച്ചോ, സ്നേഹിച്ചോ. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിന്റേതായ നീതിയും മനീതിയും അല്ലാഹു കാണുന്നുണ്ട്. അയൽവാസികളോടുള്ളതായ മയത്തിലും പെരുമാറ്റത്തിലും അക്രമത്തിലും നിനക്ക് അല്ലാഹുവിനെ പറ്റിയുള്ള ബോധമുണ്ടായിരിക്കണം. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. ഔലിയാക്കന്മാരുടെ അല്ലാഹ് അവരുടെ കൂടെ എപ്പോഴും ഉണ്ട്, 24 മണിക്കൂർ. നമ്മളെ അല്ലാഹ് എവിടെ ഇരിക്കുന്നു? നമ്മളെ അല്ലാഹ് എവിടെ? നമുക്ക് തഖ്വയ്ക്ക് വലിയ വിള്ളൽ സംഭവിച്ചു പോയി. വാചക കസറത്ത് കൊണ്ടൊന്നും തഖ്വ നമുക്ക് നേടിയെടുക്കാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. നിന്റെ ഹൃദയത്തിൻ്റെതായ ഉദ്ദേശശുദ്ധിയാണ് അല്ലാഹുവിനെ അറിയേണ്ടുന്നത്. നിന്റെ ഭാഗ്യമായിരിക്കുന്ന ജാടകളിലേക്ക് അല്ലാഹുവിനൊരു ഇൽത്തിഫാത്തുമില്ല. അതുകൊണ്ട് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ. ഒരു മുഅ്മിനിന്റെ മുത്തഖിയുടെ ജീവിതത്തിന് അല്ലാഹു മാർക്കുകൾ എന്നത് അവന്റെ ഹൃദയം നോക്കിയിട്ടാണ്. ഹൃദയം നോക്കിയിട്ട് വേണം അല്ലാഹു മാർക്കിടേണ്ടുന്നത്. ആ ഹൃദയത്തിലാവുന്നു തഖ്വയുണ്ടാകേണ്ടുന്നത്. അല്ലാഹുവിനെ പറ്റിയുള്ള സദാ ചിന്ത. ആ മുത്തഖീങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല ഒരുക്കിയിരിക്കുന്ന സ്വർഗ്ഗം, തിൽക്കദ്ദാറുൽ ആഖിറത്തു നജ്ലുഹാ للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. മരണത്തോടുകൂടി ജീവിതമെല്ലാം അവസാനിച്ച് നാഥനായ റബ്ബിനെ കാണണം, ശമ്പളം മേടിക്കാൻ പോകണം. ഇപ്പൊ മരണം മുഅ്മിനീങ്ങൾക്കും മുത്തഖീങ്ങൾക്കും അനുഗ്രഹമാണ്, പേടിയല്ല, നഷ്ടമല്ല. ഓച്ചറ പടിഞ്ഞാറേ പള്ളിയിൽ എൻ്റെ സഹപ്രവർത്തകനായി ജോലി ചെയ്ത മർഹൂം സുലൈമാൻ സിലാൽ അവറുകൾ ഇന്ന് നമ്മുടെ നാട്ടിൻ്റെ പള്ളിമുട്ടുബയിൽ കഴിയുന്നു. വളരെ ദീർഘനാൾ ഞങ്ങൾ ഒന്നിച്ചോട് ജോലി ചെയ്ത പടിഞ്ഞാറേ പള്ളിയിൽ. അദ്ദേഹത്തിന് വെള്ളിയാഴ്ച രാവല്ല, അദ്ദേഹത്തിനൊരു ഫാത്തിഹ നമ്മളിൽ നിന്നൊക്കെ മരിച്ച എല്ലാവർക്കും വേണ്ടി ഒരു ഫാത്തിഹ ഓതിക്കോളിയും. അൽ ഫാത്തിഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ. ഫാത്തിഹത്തുൽ കിതാബിന്റെ അസ്റാറുകളെ കൊണ്ട്, അതും വെള്ളിയാഴ്ച രാവിന്റെ ഫളീലത്തും ബാദിരാ സമയത്തിന്റെ ബറക്കത്തും ഔലിയാക്കന്മാരുടെ മദദ് പറയുന്ന മജ്ലിസും ആയതുകൊണ്ട് അളവറ്റാനേകായിരം കോടിക്കണക്കിന് പാവങ്ങളിൽ നിന്നും നമ്മളെയും നമ്മിൽ നിന്നും മൗത്തായിപ്പോയ ഉറ്റവർ, ഉടയവർ, ഉസ്താദന്മാര്, മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, കൂട്ടുകുടുംബാദികൾ, പ്രിയങ്കരനായ സുഹൃത്ത് മർഹൂം സുലൈമാൻ മുസ്ലിയാറുകൾ എല്ലാവരെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ, പാവം പൊറുക്കുമാറാകട്ടെ, പ്രതിഫലം അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തുമാക്കി കൊടുക്കുമാറാകട്ടെ. അങ്ങനെയുള്ള മരണം അല്ലാഹു തആല പറഞ്ഞു, തഖ്വയുള്ളവർക്ക് പ്രതീക്ഷയാണ്. തഖ്വയുള്ളവർക്ക് മരണം പ്രതീക്ഷയാണ്, ഭീരുത്വമല്ല.
ഭീരുത്വമല്ല മരണം. മുഅ്മിനീങ്ങൾ കാത്തിരുന്ന് മരിച്ചവരാണ്, മുത്തഖീങ്ങൾ കാത്തിരുന്ന് മരിച്ചവരാണ്. മരണത്തിൽ വലിയ ബിശാറത്തും സന്തോഷവും രേഖപ്പെടുത്തിയവരല്ലേ. അങ്ങനെയുള്ള മരണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അറിയിച്ചത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് ശമ്പളം നൽകപ്പെടുമെന്ന്. എത്ര കൊല്ലം മുത്തഖിയായിട്ട് ഇവിടെ ജോലി ചെയ്തു ഈ ലോകത്ത്, മുത്തഖിയായിട്ട് ജോലി ചെയ്യണം. തഖ്വയോടുകൂടി നമ്മൾ കഴിഞ്ഞുകൊള്ളണം. തഖ്വയാണ് എല്ലാ വിജയത്തിന്റെയും മദാർ അച്ചുതണ്ട് തഖ്വയാണ്. തഖ്വയുള്ള നിസ്കാരം, തഖ്വയുള്ള അമൽ, തഖ്വയുള്ള ഇസ്ലാം, അതാണ് അല്ലാഹു തആലയ്ക്ക് ആവശ്യം. ഔലിയാക്കന്മാരെ സംബന്ധിച്ച് എപ്പോൾ സംസാരിച്ചാലും തഖ്വയിൽ കൂടി മാത്രമേ അവർക്ക് അല്ലാഹു അംഗീകാരം കൊടുത്തിട്ടുള്ളൂ. ഹറാമായ ഒന്നും അവർ ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല, ഹറാമിലേക്ക് പോയിട്ടില്ല, ഒരു ഫർദ് നിസ്കാരം ഖളാക്കിയിട്ടില്ല, ഒരു ഉമ്മായും വാപ്പായും ചീത്ത വിളിച്ചിട്ടില്ല, ഒറ്റ ഔലിയായി. നമ്മൾ വലിയ ഇക്കാരക്കാർ രാജ്യമാരും അല്ലയോ. ചരിത്ര പുസ്തകം വായിച്ചു നോക്ക്, നമ്മുടെ ഡയറി, ജീവിത ഡയറി. എന്റെ നിങ്ങളെയും ജീവിത ഡയറി നോക്കാനേ. പല ഉമ്മായും മാപ്പായും മരിച്ചുപോയി കബറിൽ, പൊരുത്തപ്പെടത്തിലായെന്നും പറഞ്ഞ മരിച്ച്. പിന്നെ ഇയാൾ നിക്കാരം തുടങ്ങി, പിന്നെ ഇയാൾ ഭയങ്കര ഇബാദത്തായി. നിനക്ക് എവിടെ തഖ്വ? തഖ്വ വലിയ വിഷയമാണ്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഖിയാമത്ത് നാളിലേക്ക് വന്നോ, എല്ലാവരും ഖിയാമത്ത് നാളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അല്ലാഹു തആല വെൽക്കം എഴുതി വെച്ചിരിക്കുന്ന സ്വർഗവാസികൾക്ക് സ്വാഗതം. ആരാണത്? ഇത് ഖിയാമത്ത് നാളാണ്. ചൊറി പിടിക്കാത്ത ഹൃദയം കൊണ്ട് ഇങ്ങോട്ട് വാടാ. എടാ മുസ്ലിമായ മുത്തക്കിയായ മനുഷ്യ, നിന്റെ ഹൃദയത്തിൽ പുണ്ണുണ്ടോ? നിന്റെ ഹൃദയത്തിൽ ചൊറിയുണ്ടോ? നിന്റെ ഹൃദയത്തിൽ അസൂയയുണ്ടോ? വൈരാഗ്യമുണ്ടോ? വഞ്ചനയുണ്ടോ? ചതിയുണ്ടോ? അഹന്തയുണ്ടോ? അഹങ്കാരമുണ്ടോ? ലോകമാന്യതയുണ്ടോ? അവിടെ മാറി നിൽക്കലാ മുസ്ലിയാരി എന്ന് പറയും, അങ്ങോട്ട് മാറി നിൽക്കലാ കാക്കാന്ന് പറയും. നിനക്ക് അങ്ങോട്ട് പ്രവേശനമില്ല കേട്ടോ. നിന്റെ അമലുകളൊന്നും ഇവിടെ മക്ബൂലല്ല. അപ്പോൾ തഖ്വ, ഹൃദയം പരിശുദ്ധമായിരിക്കണം. എത്ര ഹദീസുകൾ നോക്കിയാൽ നമുക്ക് കാണാം. അസൂയുള്ളവന്റെ അമലുകൾ മുഴുവനും ചാരമാണ്. അസൂയ കൊണ്ട് നമ്മൾ എത്ര ഇബാദത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഔലിയാക്കന്മാരെ പറ്റി എപ്പോൾ സംസാരിച്ചാലും ചർച്ച ചെയ്താലും എന്റെ അവസ്ഥ ഞാൻ ചിന്തിക്കണം, നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ ചിന്തിക്കണം. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് എന്ന് പറയുമ്പോൾ ഓസിലാദമും വരും, റിവായി ശൈഖ് വരും, അജ്മീർ ശൈഖ് വരും, ലോകത്തുള്ള എല്ലാ ഔലിയാക്കന്മാരും വരും. അവരുടേതായ മാർഗത്തിനെ പിൻപറ്റില്ലേ നമ്മൾ ഓരോരുത്തരും വേണ്ടുന്നത്. അതും നമ്മുടെ ഈമാന്റെ സലാമത്തിന് വേണ്ടിയാണ്. അല്ലാഹു തആല ഔലിയാഉൽ കിറാം എന്ന് പറയുന്ന അത്യുന്നത വിഭാഗത്തിനെ തന്നെ നമുക്ക് രക്ഷയായിട്ടാണ് അയച്ചിട്ടുള്ളതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തിൽക ദാറുൽ ആഖിറത്തു നജലുഹാ, ഈ ആഖിറ ലോകത്തിൻ്റെതായ പരമമായിരിക്കുന്ന വിജയം, സ്വർഗം നാം ഒരുക്കി വെച്ചിരിക്കുന്നത് ലില്ലദീന, ഒരു കൂട്ടർക്കാണ്, ലാ യുരീദൂന, അവർ ഭൂമി ലോകത്ത് ഉദ്ദേശിക്കുന്നില്ല, ഫസാദാ, ഒരു നാശത്തിനെയും വിത്തിനെയും ഫസാദിനെയും തമ്മിലടിപ്പിക്കുന്നതിനെയും കൂട്ടിപ്പിടിപ്പിക്കുന്നതിനെയും കൊഞ്ഞണം കുത്തുന്നതിനെയും താർക്കിച്ചു തുപ്പുന്നതിനെയും ഗർജിച്ചു തുപ്പുന്നതിനെയും മലർന്നു കിടന്നു തുപ്പുന്നതിനെയും ആവശ്യമുള്ളവർ ചിന്തിച്ച് മനസ്സിലാക്കിക്കൂ. ഇത്രേ നമുക്ക് പറയാനുള്ളൂ ഓസിലാമിന്റെ പേരിൽ. അത്രയ്ക്കും
അങ്ങനെ ജീവിച്ചപ്പോൾ അവരെല്ലാം ഔലിയാക്കന്മാരായി. ഈ ജീവിതത്തിൻ്റെതായ മാനദണ്ഡം മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ അവയവങ്ങളെല്ലാം സൂക്ഷിച്ചുകൊണ്ട് വരാനിരിക്കുന്ന ആഖിറത്തിന്റെ വിജയം എന്റെ ഇസ്ലാമിക ജീവിതത്തിന്റെ മാനദണ്ഡമാണ്. ഈ പേപ്പർ പരിശോധിച്ചിട്ടാണ് അള്ളാഹു മാർക്കിടുന്നത്. ഈ ലോകത്ത് ജീവിച്ച ജീവിതത്തിന്റെ പേപ്പർ പരിശോധിച്ചിട്ടാണ് അള്ളാഹു മാർക്കിടുന്നത് ആഖിറത്തിൽ എന്നുള്ളതായ നല്ല ചിന്തയോടുകൂടി തഖ്വ കൊണ്ട് മുന്നേറാൻ, ഹക്കിനെ ഹക്കായിട്ടും ബാത്തിലിനെ ബാത്തിലായിട്ടും മനസ്സിലാക്കാൻ ഉതകുന്നൊരു സദസ്സാക്കി അള്ളാഹു ഓസിലേലമിന്റെ ബർക്കത്ത് കൊണ്ട്, മഹാനായ മടവൂർ ശൈഖിന്റെ ബർക്കത്ത് കൊണ്ട്, തൊട്ടടുത്ത് കിടക്കുന്ന കരുനാഗപ്പള്ളി മശായിഖന്മാരെ ബർക്കത്ത് കൊണ്ട്, ലോകത്തുള്ള മുഴുവൻ അംബിയാഇന്റെയും ഔലിയാഇന്റെയും സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്കെല്ലാം ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഖൈറിന്റെ അഹ്ലികാരെ സ്നേഹിക്കുന്ന മനസ്സ് അല്ലാഹു നമുക്ക് നൽകട്ടെ. തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. തഹിയ്യാത്തിൽ പോലും 5 നേരവും സാലിഹീങ്ങൾക്ക് സലാം പറയുന്നു. ആ സ്വാലിഹീങ്ങളിൽ ഈ പറയപ്പെട്ട മുഴുവൻ അമ്പിയാക്കളും ഔലിയാക്കളും ഉൾപ്പെടുകയാണ്. ജമാഅത്ത് ഇസ്ലാമി സലാം പറഞ്ഞാലും, മുജാഹിദ് സലാം പറഞ്ഞാലും, സുന്നി സലാം പറഞ്ഞാലും നിയ്യത്ത് ചെയ്ത് പറയുന്നവർക്ക് കിട്ടുന്നു, അല്ലാത്തവരും അറിയാതെ പറഞ്ഞു പോകുന്നു. അല്ലാത്തവരും അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ പറഞ്ഞു പോകുന്നു. വിവരമില്ല. അപ്പൊ സ്വാലിഹീങ്ങളെ വെറുക്കണ്ട. സ്വാലിഹീങ്ങളെ മനസ്സിലേറ്റി തോളിലേറ്റി നമ്മുടെ ഈമാന് ഖുവ്വത്ത് നൽകി നല്ലവരായിട്ട് പോകണം. അതിനാണ് ഇത്യാദി ആത്മീയ മജ്‌ലിസുകൾ സംഘടിപ്പിക്കുന്നത്. മഹാന്മാരായ നബി കുടുംബത്തിന്റെ സാരഥികൾ, സാദാത്യങ്ങൾ നമ്മിലേക്കൊരു വലിയ സംഘം കടന്നു വരാൻ പോകുമ്പോൾ തന്നെ ഈ മജ്‌ലിസ് എന്തുകൊണ്ടും അനുഗ്രഹദായകമായ ഒരു മജ്‌ലിസാണ്. അഹ്ലു ബൈത്തിനോടുള്ള നമ്മുടെ പ്രതിബദ്ധത ചെറുതൊന്നുമല്ല. യാ അഹ്ല ബൈത്തി റസൂലില്ലാഹി ഹുബ്ബുകും ഫർളും മിനല്ലാഹി ഫിൽ ഖുർആനി അൻസലഹു മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ. തൊടിയൂർ ഉസ്താദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ചരിത്രം പറഞ്ഞപ്പോഴേ നമുക്ക് രോമാഞ്ചം ഉണ്ടായിപ്പോയി ഇല്ലേ? മഹാനവറുകൾ വഫാത്തായ ആ സമയം, ശിഹാബ് തങ്ങൾ വഫാത്താകുന്ന ആ സമയം ഒരു പ്രതികൂലാവസ്ഥയും കാറ്റും കോളും ഒന്നുമില്ല. എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? ഇരുപുറം കായ്ച്ച് തഴച്ച് പിടിക്കുന്ന ഒരു തെങ്ങ്. ആ കുടപ്പനയ്ക്ക് തറവാട്ടില് വിസിറ്റേഴ്സ് ഒക്കെ വന്നാൽ, മന്ത്രിമാരോ MLA-മാരോ VIP-കളൊക്കെ വന്നാൽ പെട്ടെന്നൊരു കരിക്ക് കൊടുക്കാൻ വേണ്ടി തങ്ങൾ ഒരു തെങ്ങ് അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് തങ്ങളുടെ കറാമത്താണ്. സമൃദ്ധിയായ വിളവാണ് ഈ തെങ്ങിന്, സമൃദ്ധിയായ വിളവാണ്. പെട്ടെന്നൊരു കരിക്ക് കൊണ്ട് വെട്ടിക്കൊണ്ടുവന്ന് കൊടുക്കുക. അങ്ങനത്തെ ഒരു തെങ്ങ് ഇരുപുറം കായ്ക്കുലകളുമായിട്ട് കളിക്കുക. സുബ്ഹാനല്ലാഹ്. അതിന്റെ അമരക്കാരനായിരിക്കുന്ന സാരഥി ബർസഖിയായ ആലമിലേക്ക് പോയി. ആ സമയം ഈ തെങ്ങിന്റെ മണ്ട ചന്നം ചിഹ്നം ചിതറിപ്പോയി. അതിന്റെ മച്ചിങ്ങയും കരിക്കും മുഴുവനും അവിടെ തകർന്നു തരിപ്പണമായി കളഞ്ഞു. അന്ന് പോയവർക്ക് കാണാം സംഭവം. PMS പൂക്കോയ തങ്ങളുടെ പ്രിയപ്പെട്ട മകനല്ലേ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. സാദാത്യങ്ങളുടെ ബർക്കത്ത് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അഹ്ലു ബൈത്തിന്റെ ബർക്കത്തെ ഇശായിക്ക് അത്തഹിയാത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ, പിന്നെന്താ പറഞ്ഞേ? വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ ഇല്ലേ? അത് എവിടത്തേക്കൊക്കെ പോയി ഈ കേസ്?
ലോകത്തുള്ള മുഴുവൻ സാദാത്യങ്ങൾക്കും സയ്യിദന്മാർക്കും മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ, ഇനിയിപ്പോ സ്റ്റേജിലോട്ട് വരുന്ന തങ്ങന്മാർ ഉൾപ്പെടെ, അപ്പൊ ജീവിച്ചിരിക്കുന്ന തങ്ങന്മാർക്കും മൗത്തായ തങ്ങന്മാർക്കും ഇതാണ് ഈ ഉമ്മത്തിന് അഹ്ലു ബൈത്തിനോടുള്ള കറണ്ട്. യാ അഹ്ല ബൈത്തി റസൂലില്ലാഹി ഹുബ്ബുകും ഫർളും മിനല്ലാഹി ഫിൽ ഖുർആനി അൻസലഹു. അഹ്ലു ബൈത്തായ തങ്ങന്മാരെ, സാദാത്യങ്ങളെ, നിങ്ങളെ ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമുക്ക് ഫർളാക്കിയിരിക്കുന്നു. സ്വാലിഹീങ്ങളുമായിട്ട് നമുക്ക് ബന്ധപ്പെടണം. ആ ബന്ധമാണ് നമ്മെ നമ്മുടേതായ ആക്കിബത്ത് നന്നാക്കി തരുന്നത്. പടച്ച തമ്പുരാൻ ഖൈറ് കൊണ്ട് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സിയം വലിയുള്ളാഹി തങ്ങളുടെ പേരിൽ ഇവിടെ തുടക്കം കുറിക്കുന്ന ഈ സാധുജന സംരക്ഷണ സമിതിക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. സാധുക്കൾക്ക് അഭയകേന്ദ്രമാക്കി ഈ പ്രസ്ഥാനത്തിന് അല്ലാഹു മകൾ പ്രസ്ഥാനമാക്കി മാറ്റുമാറാകട്ടെ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇസ്ലാമിന്റെ ഒഴിച്ചുകൂടാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വേണം. അതിൽ അനാഥകളെയും അഗതികളെയും മിസ്കീന്മാരെയൊക്കെ സഹായിക്കണം. ഈ സൂറത്തിലൂടെ പറയുന്നതല്ലേ. നാട്ടിന് എല്ലാവിധ നന്മകളും അല്ലാഹു നൽകുമാറാകട്ടെ. ബർക്കത്തുള്ള സമൂഹമാക്കി അല്ലാഹു നമ്മളെ മാറ്റുമാറാകട്ടെ. ഔലിയാവിനെ അനുധാവനം ചെയ്യുന്ന നല്ല ചിന്തയുള്ള സ്വാലിഹ്യങ്ങളിൽ അല്ലാഹു തആല നമ്മളെയൊക്കെ ചേർത്ത് തിരുമാറാകട്ടെ. ഹൃസ്വമായിരിക്കുന്ന ദുആയോടുകൂടി ഞാൻ വേദി ഒഴിയുകയാണ്. സാദാത്യങ്ങൾ ഉടൻ തന്നെ നമ്മളെ മജ്‌ലിസിലേക്ക് വരും. എനിക്ക് അത്യാവശ്യമായി പോകേണ്ടുള്ളത് കൊണ്ട് തങ്ങന്മാരോടും യാത്ര ചോദിക്കുന്നു, ദുആ വസിയത്ത് ചെയ്യുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل على النبي البشير الداعي إليك بإذنك السراج المنير. يا رحمن يا الله يا فتاح يا الله لا إله إلا الله. اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين واهدنا إلى صراطك المستقيم. اللهم اجعلنا يا ربنا برعاية ساداتنا الأولياء الكرام. اللهم اجعلنا يا ربنا في حماية ساداتنا الأولياء الكرام. اللهم اجعلنا يا ربنا في تزكية ساداتنا الأولياء الكرام. اللهم اجعلنا يا ربنا في تربية ساداتنا الأولياء الكرام. اللهم اجعلنا يا ربنا في ضمان ساداتنا الأولياء الكرام. اللهم اجعلنا يا ربنا في تزكية ساداتنا الأولياء الكرام. اللهم اجعلنا يا ربنا في محبة ساداتنا الأولياء الكرام. اللهم اجعلنا يا ربنا في تدوية ساداتنا الأولياء الكرام. اللهم اجعلنا معهم وفيهم. اللهم اجعلنا معهم وفيهم. اللهم اجعلنا معهم وفيهم. اللهم اجعلنا معهم وفيهم أولا وآخرا باطنا وظاهرا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له
ونشهد أن سيدنا وأستاذنا محمدا صلى الله عليه وسلم أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل لا أسألكم عليه أجرا إلا المودة في القربى. പരിശുദ്ധ ഖുർആനിൽ قال الله عز وجل الصلاة والسلام على رأس السلام عليك يا رسول الله. الصلاة والسلام عدد ما في علم الله عليك يا رسول الله. لاقت حيلتي وأنت وسيلتي فأدركني سريعا بعزتك يا رسول الله. يا رسول الله اغثنا يا حبيب الله انظرنا يا رسول الله انظرنا وانظر مجالسنا وانظر أحوالنا بنظرك يا رسول الله. وليس لنا إلا إليك فرارنا وأين فرار الناس إلا إلى الرسل صلاة وتسليم. ആദരണീയരായ വേദിയിൽ ഉപവിഷ്ടനായ ബഹുമാനപ്പെട്ട സുബൈർ ഉസ്താദ്, കാണിപ്പുഴ മുസ്ലിം ജമാഅത്ത് ഖത്തീബ്, പ്രിയ സുഹൃത്തുമായ അസ്ലം സഖാഫി, മണപ്പള്ളി മഹല്ല് ജമാഅത്ത് പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട സലീം ചെറുകര, അതേപോലെ ജമാഅത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ, അഭ്യുദയകാംക്ഷികൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, കൊച്ചനുജന്മാരെ, അള്ളാഹുവിന്റെ അമയമായ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിൽ പ്രസിദ്ധനായി അഖ്താബുൽ അർബഈൻ അതിശ്രേഷ്ഠ വ്യക്തിത്വത്തിന്റെ ഉടമയായ ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസിന്റെ പാവന സ്മരണകൾ ഉൾക്കൊള്ളുന്ന മഹത്തായ ഈ റബീഉൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രവാചക പരിശ്രേഷ്ഠരുമായുള്ള വരിഷ്ഠമായ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന വിശ്വാസികൾക്ക് റബീഉൽ ആഖിർ പ്രകീർത്തനത്തിന്റെയും അനുസ്മരണത്തിന്റെയും ദിനരാത്രങ്ങൾ സമ്മാനിക്കുന്നതിന്റെ പിന്നിലെ പ്രധാന കാരണം ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് എന്ന ലോകത്തെ ഔലിയാകളുടെ ഉന്നത ശ്രേണിയിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സുന്ദരമായ മുഖങ്ങളെ ജനങ്ങളിൽ പ്രബോധനം ചെയ്ത് യഥാർത്ഥ പ്രവാചക അധ്യാപനങ്ങളിലൂടെ അവരെ വഴി നടത്തി എന്ന പ്രത്യേകത ഗൗസുൽ ആലമിനാണ്. ആ ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് അടക്കമുള്ള അഹ്ലു ബൈത്താണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലോകത്ത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ സുന്ദരമായ മൂല്യങ്ങളുമായി വളച്ചുകെട്ടില്ലാത്ത, വൈരൂപ്യമില്ലാത്ത പരിശുദ്ധമായ ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖങ്ങൾ ജനങ്ങളിൽ അനാവരണം ചെയ്തത് അഹ്ലു ബൈത്തിലൂടെയാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും.
ലോക ചരിത്രത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സുന്ദര മുഖങ്ങളെ വരച്ചു കാണിക്കുന്നതിൽ മുന്നേ നടന്നുപോയ മഹാനാണ് ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, സയ്യിദ് അഹ്മദ് അൽ കബീർ റിഫായി, സയ്യിദ് അഹ്മദ് അൽ ബദവി, സയ്യിദ് ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു തആല അൻഹു. ഇവരിൽ ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഒഴിച്ചുള്ള മറ്റ് 3 പേരും ഹുസൈനി പരമ്പരയിലൂടെയാണ് കടന്നു പോകുന്നത്. ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ഹസനി പരമ്പരയിലൂടെയാണ് കടന്നു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് അഖ്താബുൽ അർബ 4 സയ്യിദുമാരാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബ പരമ്പരയിലെ അതിശ്രേഷ്ഠന്മാരായ മഹത്തുക്കളാണ് ലോകത്ത് പ്രഭ നൽകിയത് എന്നതിന്റെ ഏറ്റവും വലിയ ജീവിക്കുന്ന തെളിവായി ഇതിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ആ മഹാന്മാരിലൂടെ ഖാദിരിയ റിഫായിയ തരീഖത്തിലൂടെ കടന്നു വന്ന് ലോകത്തിന്റെ അഷ്ടദിക്കുകളിലും പ്രബോധന പ്രവർത്തന രംഗങ്ങളുമായി കടന്നു വന്ന് ഇന്ത്യ രാജ്യത്ത് ഖാജാ മുഈനുദ്ദീൻ അൽ ചിശ്തി അജ്മീരി സഞ്ചരിയിലൂടെ, തമിഴ്നാടിൽ സയ്യിദ് ഇബ്രാഹിം ബാദ്ഷാ തങ്ങളിലൂടെ, കേരളത്തിൽ മമ്പുറം സയ്യിദ് അലവി തങ്ങളിലൂടെ, തെക്കൻ കേരളത്തിൽ സയ്യിദ് അബ്ദുല്ലാഹിൽ ബാഫഖിൽ ഹദ്റമിയിലൂടെ, ആലപ്പുഴയിലെ സാദാത്യങ്ങളിലൂടെ, ആലുവയിലെ തോട്ടുമുഖം സാദാത്യങ്ങളിലൂടെ, അതേപോലെ ഓരോ ജില്ലകളും പരതി നോക്കുമ്പോൾ ആ സാദാത്യങ്ങളുടെ മഖാമുകൾ ഇന്നും അന്ത്യവിശ്രമം കൊള്ളുന്ന സാദാത്യങ്ങൾ അവരാരായിരുന്നു എന്ന് ആ നാട്ടുകാരോട് ചോദിച്ചാൽ വളരെ വ്യക്തമായി മറുപടി പറയും, ഇവർ സയ്യിദുമാരാണ്. ഇവരിലൂടെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ ഉന്നതമായ ആശയങ്ങൾ ഞങ്ങൾക്ക് പകർന്ന് നൽകാൻ സാധ്യമായതും ഞങ്ങൾക്ക് ലഭിച്ചതും ഈ മഹാരഥന്മാരിലൂടെയാണ് എന്ന വസ്തുനിഷ്ഠമായ സത്യം അവർ വിളിച്ചു പറയും. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കുടുംബ പരമ്പരയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഉന്നതമായ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദീനിന്റെ ഉന്നതമായ പ്രയാണത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി നാളുകളിലായി ഒരുപാട് സയ്യിദുമാരെ ക്രൂശിച്ച ചരിത്രം ഇസ്ലാമിന്റെ തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ അറിയപ്പെട്ട ഒരു കബീല, അവരുടെ പേര് തൽക്കാലം ഞാനിപ്പോൾ പറയുന്നു. ആ കബീലയിലുള്ള സാദാത്യങ്ങളെ കുറിച്ച് വളരെ തെറ്റിദ്ധാരണാജനകമായ ഒരു സംഭവം ഇവിടെ അരങ്ങേറുകയും അവസാനം വെളിയങ്കോട്ടത്തെ അന്നത്തെ ഖാദിയായിരുന്ന ബഹുമാനപ്പെട്ട കുട്ടി മുഹമ്മദ് കുട്ടി മുസ്ലിയാർ മഹാപ്രഗൽഭ പണ്ഡിതനാണ്. ആ പണ്ഡിതൻ ആ പരമ്പര ശരിയല്ലെന്ന് പറയുകയും ശരിയാണ് എന്ന് വാദിച്ചുകൊണ്ട് വസ്തുനിഷ്ഠമായ തെരുവുകളോടെ സോളിഡ് പ്രൂഫുകളോടെ ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ ഷാലിയാത്തി, അന്ന് മഹാനവറുകൾ ജൂനിയർ, ആ മഹാനവറുകൾ അവസാനം വസ്തുനിഷ്ഠമായി തെളിവുകൾ നിരത്തിയപ്പോൾ ബഹുമാനപ്പെട്ട കുട്ടി മുഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന ആ മഹാരഥൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വസ്തുനിഷ്ഠമായി വിലയിരുത്തി അപകർത്തനം ചെയ്തിട്ട് ആ സാദാത്യങ്ങളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റുകയും ലോകത്തോട് അത് വിളിച്ചു പറയുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ നാളുകളേറെയായി പലപ്പോഴും പല സന്ദർഭങ്ങളിലും പല സ്ഥലങ്ങളിലും അഹ്ലുബൈത്തിനെ ക്രൂശിക്കുന്ന ഏർപ്പാട് ഇന്നു മുതൽ തുടങ്ങിയതല്ല. വേറൊരു സംഭവം കൂടി ഞാൻ ഓർത്തുപോവുകയാണ്. ബഹുമാനപ്പെട്ട ഹിബത്തുല്ലാഹിൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, അവിടുന്ന് അടക്കമുള്ള ബുഖാരി കബീല ശരിയല്ലെന്ന് പറഞ്ഞു വടക്ക് വെച്ച് ഒരു പ്രഗൽഭ പണ്ഡിതൻ പ്രസംഗിക്കുകയും
ആ പ്രസംഗത്തിൽ അധ്യക്ഷം വഹിച്ച ഒരു മഹാനായ പണ്ഡിതൻ കുറച്ചു കാലത്തിന് ശേഷം ഹിബത്തുള്ള തങ്ങളെ കാണാൻ വരികയുണ്ടായി. പറഞ്ഞത് മഹാനായ സയ്യിദുനാ ഉള്ളാൾ തങ്ങളെ ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു അത്തരമൊരു പരാമർശത്തിലൂടെ മറുഭാഗം ശ്രമിച്ചത്. അവസാനം ഹിബത്തുള്ള ബുഖാരി തങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ പരിപാടിയിൽ, കാസർഗോഡ് വെച്ച് നടന്ന ആ പരിപാടിയിൽ, മഞ്ചേശ്വരത്ത് വെച്ച് നടന്ന പരിപാടിയിൽ അധ്യക്ഷം വഹിച്ച അദ്ദേഹം തങ്ങളുപ്പാപ്പാനെ കാണാൻ വന്നു. ഹിബത്തുള്ള തങ്ങൾ ചോദിച്ചു, എന്താ ഇങ്ങോട്ട് വന്നത്? അവന്ന് തങ്ങളുപ്പാപ്പായെ കാണാൻ വേണ്ടി വന്നത്. ഡോ, നീ അടക്കം, ഞാൻ അടക്കമുള്ള ബുഖാരി കബീല ശരിയല്ല എന്ന് പറഞ്ഞ ഒരു സദസ്സിൽ അധ്യക്ഷം വഹിച്ചിട്ട് അതിനെതിരെ കമകുമ പറയാത്ത നീ ഇപ്പോൾ തങ്ങളുപ്പാപ്പായെ കാണാൻ വരികയാണോ? ഇറങ്ങി നിൽക്കടോ പുറത്ത് എന്ന് ഹിബത്തുല്ലാഹിൽ ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞ സംഭവം. ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾക്കൊരു സ്വാധീനമുണ്ടായാൽ ആ സ്വാധീനത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി വിദണ്ഡങ്ങളായ വാദഗതികൾ നിരത്തി പ്രിയപ്പെട്ടവരെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ക്രൂശിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇന്നു മുതൽ തുടങ്ങിയതല്ല, ഇതിനു മുമ്പും നടന്നിട്ടുള്ള സംഭവങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ പ്രിയമുള്ളവരെ, ഞാനൊരു നീണ്ട പ്രഭാഷണമല്ല ഉദ്ദേശിക്കുന്നത്. ആ പ്രവാചകന്റെ കുടുംബ പരമ്പര ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവുകയും നിങ്ങളിൽ രണ്ട് കാര്യം ഞാൻ ഇട്ടേച്ചു പോവുകയാണ്. ഒന്ന് അല്ലാഹുവിന്റെ കിതാബാണ്, രണ്ട് എന്റെ അഹ്ലു ബൈത്താണ് എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ വളരെ വേദനയോടെയാണ് ഞാൻ ഇന്നിവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. ശരിക്ക് ഇവിടെ പോസ്റ്ററുകളിൽ എന്റെ പേര് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതേപോലെ മറ്റൊരു അനൗൺസ്മെന്റിലും എന്റെ പേര് പരാമർശ വിധേയമായിരുന്നില്ല. കാരണം എന്നെ വന്ന് സംഘാടകർ വിളിച്ചപ്പോൾ ഇന്ന് എനിക്ക് കല്ലമ്പലത്തിൽ സ്ഥലത്ത് പ്രസംഗമുണ്ടായിരുന്നു. അതിന് പുറമെ ഇവിടെ ഇങ്ങനെ ഒരു വിവാദമുണ്ടാകുകയും ഞാൻ അറിയുന്ന എന്റെ കുടുംബക്കാരനായ, എല്ലാ നിലയിലും ബന്ധമുള്ള, എ മുതൽ ഇസഡ് വരെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി അറിയുന്ന എനിക്ക് ആ തങ്ങളവറുകളെ കുറിച്ച് ആരൊക്കെയോ എന്തൊക്കെയോ സ്വാധീനം നഷ്ടപ്പെടുന്നു എന്ന് കാലേക്കൂട്ടി ചിന്തിച്ചതിന്റെ പേരിൽ വിദണ്ഡങ്ങളായ വാദങ്ങൾ ഉന്നയിച്ച് വളരെയധികം ക്രൂശിച്ചപ്പോൾ ആ ക്രൂശിക്കുന്ന സയ്യിദിനോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നത്തെ പരിപാടി ക്യാൻസൽ ചെയ്തിട്ട് ഈ മഹത്തായ മഹാസമ്മേളനത്തിൽ വെച്ച് ആ പണ്ഡിതനായ ഒരു സയ്യിദിനെ ക്രൂശിക്കുന്നത് കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പരമ്പരയിൽപ്പെട്ട എനിക്ക് നാളെ ഒരു പക്ഷേ എനിക്കെതിരെയും ആരോപണം വന്നേക്കാം. ഞാൻ ആദ്യമേ തുറന്നു പറയട്ടെ, ആരൊക്കെ ആരോപിച്ചാലും ആരൊക്കെ എതിർത്താലും അല്ലാഹുവിന്റെ റസൂലിന്റെ അഹ്ലു ബൈത്ത് ഏറ്റെടുത്തിരിക്കുന്ന പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഉന്നതമായ സുന്ദരമായ ആശയങ്ങളെ സമൂഹത്തിന്റെ ഇടയിൽ പ്രചരിപ്പിക്കുക എന്ന ഏറ്റവും വലിയ ശ്രമകരമായ ദൗത്യത്തിൽ നിന്ന് ഒരണകിട പോലും നിങ്ങളെ കൊണ്ട് പിന്തിരിപ്പിക്കാൻ സാധ്യമാവുകയില്ല. അതിനുള്ള എല്ലാ എനർജിയും നൽകിയത് ലോകത്തിന്റെ ജഗൽ ഗുരുവായ പ്രപഞ്ചത്തിന്റെ മുത്തായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിൽ ആ പ്രവാചകരുടെ സിരയിലൂടെ ഒഴുകുന്ന രക്തമാണ് ഞങ്ങളിലൂടെ ഒഴുകുന്നതെങ്കിലും ഞങ്ങളിലുള്ള ഒരാളെ തട്ടിയതുകൊണ്ട് ഈ ദീനിനെ ഇല്ലായ്മ ചെയ്യാമെന്ന് ആരെങ്കിലും മനക്കോട്ട കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിവെക്കലാണ് നല്ലതെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഓർത്തുകയാണ്. ഒരു സയ്യിദിനെ കുറിച്ച് ഒരു മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എന്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഒരാള് അദ്ദേഹം സയ്യിദാണെന്ന് പറഞ്ഞു നിങ്ങളെ സമീപിക്കുമ്പോൾ എന്താണ് പ്രിയപ്പെട്ടവരെ അവരെ മുഅ്തമദായ മസല? മറുഭാഗത്ത് ഇതിനെ വിമർശിക്കുന്നവർ മസല അറിയാത്തവരാണോ? ദീന് തിരിയാത്തവരാണോ? ഫുഖഹായിന്റെ ഖൗല് കണ്ടിട്ടില്ലാത്തവരാണോ? ആലോചിക്കണം. എന്താണ് ഒരാള്
സയ്യിദാണെന്ന് പറഞ്ഞു വരുമ്പോൾ, അതും ആലിമായ ഒരാൾ സയ്യിദാണെന്ന് പറഞ്ഞു വരുമ്പോൾ, എവിടെ നിന്റെ ഷജറ, എവിടെ നിന്റെ സിൽസില എന്ന് ചോദിച്ച് അദ്ദേഹത്തെ ക്രൂശിക്കുന്നതിന് പകരം എന്താണ് മഹാന്മാര് പറഞ്ഞത്? അദ്ദേഹത്തെ നീ ആദരിച്ചു കൊള്ളണം. അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന നേട്ടം എന്താണ്? നിങ്ങളുടെ അടുക്കൽ ഒരാൾ വന്നു ഞാൻ സയ്യിദാണെന്ന് പറയുമ്പോൾ ആ സയ്യിദാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ അദ്ദേഹത്തിന്റെ കൈപിടിച്ചു ചുംബിച്ചു. ആ ചുംബിച്ചതിന്റെ പേരിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. 2, അദ്ദേഹം ഇനി കളവ് പറഞ്ഞതാണെങ്കിൽ മഹലൻ അങ്ങനെ വെക്കുക. അദ്ദേഹം സയ്യിദല്ല, കളവാണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പ്രതിഫലമുണ്ട്. കാരണം നിങ്ങൾ വഞ്ചിക്കപ്പെട്ടവരാ. 2 പ്രതിഫലമാണ് നിങ്ങൾക്കുള്ളത്. ഒരു നാട്ടിൽ ഒരാൾ സയ്യിദാണെന്ന് അറിയപ്പെട്ടാൽ ഷേറെ മുബാറക്കത്തിന്റെ വിഷയത്തിൽ പോലും നാട് നീളെ അള്ളാഹുവിന്റെ റസൂലിന്റെ ആധാറുകളെ കുറ്റം പറഞ്ഞു നടന്നപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ സ്റ്റേജുകൾ തോറും പ്രസംഗിച്ചതും തെളിവുകൾ എടുത്ത് ഉദ്ധരിച്ചതും സനദ് നോക്കി നടക്കലല്ല. അവിടെ എന്ത് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മറ്റുള്ള മഹാരഥന്മാർ എന്തൊക്കെ പറഞ്ഞു. അവിടെ ആ നാട്ടിൽ അറിയപ്പെട്ടതാണെങ്കിൽ അവിടെ സനദ് ചോദിച്ച് നിൽക്കരുത്. നിനക്ക് വേണമെങ്കിൽ ബർക്കത്തെടുക്കുക, അല്ലെങ്കിൽ വന്ന വഴിയെ തിരിഞ്ഞു പോവുക. പ്രിയമുള്ള സഹോദരന്മാരെ, അങ്ങനെ ഞാൻ ചോദിക്കുന്നു, ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് ഹൃദയ സ്പൃക്കോടെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഒരാൾ വന്ന് നാട്ടിൽ വന്ന് അദ്ദേഹം സയ്യിദാണെന്ന് പറഞ്ഞു. അങ്ങനെ സയ്യിദാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പറ്റി ഞാനൊരു ഉദാഹരണം പറയാണ്. നമ്മുടെ സദസ്സിലിരിക്കുന്ന അസ്ലം സഖാഫി, അദ്ദേഹം സയ്യിദൊന്നുമല്ല, അദ്ദേഹം കള്ളനാണ്, ദുഷ്ടനാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് അദ്ദേഹം സംഭാഷണം നടത്തിയാൽ ആ സംഭാഷണം കേട്ട് തെറ്റിദ്ധരിച്ചു പോയ നിങ്ങൾ അതിനുശേഷം കുറെ കാലത്തിന് ശേഷം അദ്ദേഹത്തിന് തെളിവുണ്ടായി. വെളിവുണ്ടായപ്പോൾ തെളിവുമുണ്ടായി. ആ തെളിവ് വെച്ചിട്ട് അദ്ദേഹം സയ്യിദാണ് എന്നുറപ്പിച്ചു. ഞാൻ ചോദിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരാലോചിക്കുക, വളരെ വ്യക്തമായി ചിന്തിക്കുക. ഈ കാലയളവിൽ കള്ളനാണെന്നും കരിച്ചന്തക്കാരനാണെന്നും കുടുംബത്തിൽ പിറക്കാത്തവനാണെന്നും പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് അതിൽ തെറ്റിദ്ധരിച്ചു പോയ കുറെ മുസ്ലിമീങ്ങളില്ലേ, അവരിൽ ഖബറിൽ പോയവരില്ലേ, അവരുടെ ബർസഖിയായ ജീവിതത്തിന് ആര് ഉത്തരവാദിത്വം ചെയ്യും? അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഹ്ലു ബൈത്തിനെ പറ്റി പറഞ്ഞത്, ഈ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സുന്ദരമായ മുഖങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ത്യാഗോജ്ജലമായി പ്രബോധന പ്രവർത്തനം, എന്തെല്ലാം ത്യാഗമായിരുന്നു ആ പ്രവാചകൻ ചെയ്തത്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയത്തെ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ 3 കൊല്ലത്തോളം പച്ചിലകൾ മാത്രം ഭക്ഷണമായി കഴിച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രിയപ്പെട്ട മകൾ സൈനബെ ഒട്ടകക്കട്ടിലിൽ നിന്ന് തള്ളിയിട്ട് പൂർണ്ണ ഗർഭിണിയായ സൈനബ രക്തത്തിൽ കുളിച്ച് പടയുന്ന രംഗം കണ്ടപ്പോഴും പ്രവാചകൻ വിതുമ്പി. അങ്ങനെ ത്യാഗം സഹിച്ചു. അവിടുത്തെ കണങ്കാൽ നിന്ന് രക്തത്തിന്റെ കണങ്ങൾ ചാലിട്ടൊഴുകി. ഇങ്ങനെയെല്ലാം കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പേറി അള്ളാഹുവിന്റെ റസൂൽ ഈ ഉന്നതമായ ഇസ്ലാമിന്റെ ആദർശത്തെ നിങ്ങളുടെ മുമ്പിൽ പ്രബോധനം ചെയ്തു തരുമ്പോൾ അതിന് നിങ്ങളിൽ നിന്ന് പ്രവാചകൻ തേടിയത് സമ്പത്തല്ല, സൗന്ദര്യമല്ല, സൗരഭ്യമല്ല, അല്ലെങ്കിൽ ഭൗതികമായ ഏതെങ്കിലും ലക്ഷ്യം അള്ളാഹുവിന്റെ റസൂല് നിങ്ങളിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. അള്ളാഹുവിന്റെ റസൂല് നിങ്ങളോട് ചോദിച്ചത് ഖുൽ നബിയേ പറഞ്ഞുകൊള്ളുക, ലാ അസ്അലുകും അലൈഹി, ഈ പരിശുദ്ധമായ ദീനിനെ പ്രബോധനം ചെയ്തതിന്റെ പേരിൽ അള്ളാഹുവിന്റെ റസൂലിനോട് ഖുർആൻ പറയുന്നു, പറയുക നബിയെ, പ്രതിഫലമായിട്ടൊന്നും വേണ്ട യാ റസൂലല്ലാഹ്. വേണ്ടതെന്താണ്? ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ, അവിടുത്തെ അഹ്ലു ബൈത്തിനോടുള്ള ആദരവല്ലാതെ, അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹമല്ലാതെ മറ്റൊന്നും പ്രതിഫലമായി നിങ്ങൾ നിന്ന് ഞാൻ ചോദിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രവാചകന്റെ ഉമ്മത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുമ്പോൾ ഇതുപോലുള്ള വിദണ്ഡവാദങ്ങൾ കേട്ട് തെറ്റിദ്ധരിച്ച്
അവരുടെ ഈമാൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ അവർ ഈ ലോകത്ത് നിന്ന് മരിക്കുന്ന സാഹചര്യം ചിന്തിച്ചു നോക്കുക. അതും ഹദീസിലൂടെ ഞാൻ പറയുകയാണ്. ഈ ഹദീസ് മാത്രം എടുത്തു ധരിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. നഖല സാഹിബുൽ കശാഫ് അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചാലുള്ള നേട്ടം, എന്താണ് അഹ്ലു ബൈത്തിനോട് കോപിച്ചാലുള്ള കോട്ടം? പറയേണ്ടത് അല്ലാഹുവിന്റെ റസൂലാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത ഷഹീദാ. അല്ലാഹുവിന്റെ റസൂലിന്റെ അഹ്ലു ബൈത്തിനോട് ആരെങ്കിലും പ്രിയം വെച്ച് അവർ ഈ ലോകത്തോട് മരിച്ചാൽ മാത ഷഹീദാ, അവർ ഷഹീദായിട്ട് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതാണ്. ഷഹീദിന്റെ പ്രതിഫലം, ശുഹദായിന്റെ പ്രതിഫലം ചില്ലറയാണോ? ആലോചിക്കുക, ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അലാ വമൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ മാത മഗ്ഫൂറൻ ലഹു. അല്ലാഹുവിന്റെ അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചുകൊണ്ട് ആരെങ്കിലും ഈ ലോകത്ത് നിന്ന് മരിച്ചുപോയാൽ അവരുടെ പാപക്കറകളെ അല്ലാഹു കഴുകിക്കളയും. പറയുന്നത് മുഹമ്മദുർ റസൂലാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അലാ വമൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ മാത തായിബാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിനെ ആരെങ്കിലും സ്നേഹിച്ചാൽ ആ സ്നേഹിച്ച ആള് എന്തെല്ലാം തെറ്റ് ചെയ്തു പോയാലും ആ സ്നേഹിച്ച കാരണം കൊണ്ട് അവന് അല്ലാഹു തൗബ ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നു. തീർന്നോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അലാ വമൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ മാത മുഅ്മിനൻ മുസ്തഖിമിലൽ ഈമാൻ. ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിനെ ബഹുമാനിച്ചു മരിച്ചാൽ അവരുടെ ഈമാൻ പൂർത്തിയായ നിലയിൽ അവർ ഈ ലോകത്ത് നിന്ന് വിട പറയുമെന്ന് മുഹമ്മദുർ റസൂൽ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അലാ വമൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ ബശ്ശറഹു മലക്കുൽ മൗതി ബിൽ ജന്ന സുമ്മ മുൻകറു വനകീർ. മരണവക്രത്തിൽ കിടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അസ്രായീൽ നമ്മുടെ വേദിയിലേക്ക് സാദാത്യങ്ങൾ കടന്നു വരുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. വെള്ളിയാഴ്ച രാവ് സലാത്ത് നമ്മൾ ചെല്ലുന്ന രംഗം, ഇതൊക്കെ പുണ്യഭൂമേനി മദീന മുനവറയിൽ വെച്ച് വളരെ വ്യക്തതയോടെ ലൈവായി കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് സാധാരണയ്ക്ക് വിപരീതമായി സലാത്ത് കൊണ്ട് നമ്മുടെ സദസ്സിനെ ധന്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സലാത്തിൽ. ഒരാൾ ഉറക്കെ സലാത്തില്ലേ, സല്ലല്ലാഹു രണ്ടാമത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആരെങ്കിലും അഹ്ലു ബൈത്തിനെ സ്നേഹിച്ച് അവസാനം ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് അസ്രായീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് അതാ നല്ല സുവിശേഷം കൊണ്ട് സ്വർഗീയ ലോകത്തെ ജീവിതം കൊണ്ട് അവന് സന്തോഷ വാർത്ത അറിയിക്കുന്നതാണ്. അങ്ങനെ അവൻ മരിച്ച ഖബറിൽ പോകുമ്പോൾ മുൻകർ നകീർ അലൈഹിമുസ്സലാത്തു വസ്സലാം അവിടെയും വരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ നിർത്തുകയാണ്. എന്നിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വമൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ യസിഫു ഫിൽ ഇലൽ ജന്നതി കമാ തസിഫുൽ അറൂസ് ഇലാ ബൈതി സൗജിഹാ. ഒരു പുതിയ പെണ്ണിനെ എങ്ങനെയാണ് ഭർത്താവിന്റെ വീട്ടിലേക്ക് ആനയിക്കുന്നത്, അതുപോലെ അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചുകൊണ്ട് മരിച്ചുപോയ ആളുകളെ സ്വർഗീയ ലോകത്തേക്ക് അവരെ തെളിക്കുമെന്ന് മുഹമ്മദുർ റസൂൽ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അലാ അറിയണേ, വമൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ ഫുതിഹ ലഹു ഫീ ഖബ്രിഹി ബാബാനി ഇലൽ ജന്ന. സ്വർഗത്തിലേക്ക് അവർക്ക് വേണ്ടി കവാടം
അള്ളാഹു സ്വർഗീയ ലോകത്തെ കവാടം അവരുടെ ഖബറിൽ വെച്ച് തുറന്നു കൊടുക്കും. എന്തിനാ? അഹ്ലുബൈത്തിനെ സ്നേഹിച്ചതിന്റെ പേരിൽ. എന്നിട്ട് റസൂൽ പറയുകയാണ്, അലാ വമൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ ജഅലല്ലാഹു ഖബ്റഹു മസാറ മലായികത്തിർ റഹ്മാൻ. അഹ്ലുബൈത്തിനെ സ്നേഹിച്ചുകൊണ്ട് മരിച്ചാൽ ആ മരിച്ച ആളിന്റെ ഖബറിൽ നിറസാന്നിധ്യമായി, നിത്യസാന്നിധ്യമായി, അള്ളാഹുവിന്റെ മാലാഖമാരുടെ അനിശ്ചിതമായ പ്രവാഹമായി ആ ഖബറിനെ മാറ്റപ്പെടുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അലാ